നേരത്തെ ഇവിടെ മാധു സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് UK കുമാരനോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ വടക്കേടത്തോ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരൊന്നുമല്ല. MT ആകട്ടെ, M മുകുന്ദനാകട്ടെ, NS മാധവനാകട്ടെ, അവരൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ പാശ്ചാത്തലം നേരത്തെ പറഞ്ഞ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും കോൺഗ്രസ് സഹയാത്രികരായിരുന്നിട്ടുള്ള ആളുകളല്ല. MT അത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് അതിനെ പ്രസക്തമാക്കുന്നത്. അല്ല, മറിച്ചായിരുന്നെങ്കിലോ ഇപ്പോൾ MTക്ക് പകരം മറ്റൊരു സാംസ്കാരിക പ്രവർത്തകനോ ഒരു എഴുത്തുകാരനോ ആയിരുന്നു എങ്കിൽ ഇത്രമേൽ സഹിഷ്ണുത ഉണ്ടാകുമായിരുന്നോ? ഇപ്പോൾ ഇന്ന് പ്രതികരിക്കേണ്ടതില്ല എന്ന് CPM-ന്റെ നേതൃയോഗം തീരുമാനിക്കുന്നത് പോലും MT കൈക്കൊണ്ട ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ആർജിച്ച ഒരു രാഷ്ട്രീയ ചേരിയിലും കൂട്ടിക്കെട്ടാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ സ്വത്വം കൊണ്ടല്ലേ? അല്ല, അത് MTയെ തൊട്ടാൽ CPM-ന് അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു എഴുത്തുകാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതക പരിശോധന, അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ ചർച്ചയായേനെ. പക്ഷേ ഇവിടെ MT ആണ് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഞാൻ പറയുന്നത് MT പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങൾ പ്രസക്തമാണ്. നാളെ MT എന്തു പറയുന്നതനുസരിച്ചല്ല, MT പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കുന്നു, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നു. അതാണ് ഇത്. വീരാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് MT മാത്രമല്ല. ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച എഴുത്തുകാരൻ ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങളിൽ ഒന്നായി നിർവചിക്കുന്നത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതൃത്വം. അത് പിണറായി വിജയന് ബാധകമാണ്. പിന്നെ EMS-ഉമായുള്ള ചേർത്ത് വെക്കലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. EMS-ൻ്റേതൊരു സുവർണ ഭൂതകാലമാണ്, പിണറായി വിജയൻ അതിൻ്റെ അപഭ്രംശമാണ് എന്ന് പറയുമ്പോൾ MV രാഘവൻ EMS-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു യോഗസ്ഥലത്ത് കൂടുതൽ കയ്യടികൾ MV രാഘവന് കിട്ടിയപ്പോൾ കൂടെയുള്ള നേതാവ് ഇയാൾ നിങ്ങളെ അവസാനിപ്പിച്ച് കളയുമെന്ന് പറയുന്ന MV രാഘവൻ പറഞ്ഞ ഒരു EMS ഉണ്ട്. അപ്പോൾ നമ്മൾ EMS-നെ ഈ പറയുന്ന രീതിയിൽ വിമർശനത്തിന് വിധേയരാക്കുന്ന ആനുകാലിക രാഷ്ട്രീയം നമുക്ക് മുന്നിലുണ്ടെന്ന് ശരിയാണ്. അടുത്ത ജയശങ്കർ, ഞാൻ അങ്ങേലേക്ക് വരാം.